ഹായ് ഹലോ, ഇതൊരു അവധി ദിവസത്തെ ഒരു 11 മണി മുതൽ ഒരു 2 മണി വരെയുള്ള കാഴ്ചകളാണ് എൻ്റെ വീട്ടിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും അവധി ആയതുകൊണ്ട് ഇന്നൊരു ദിവസം വളരെയധികം ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ബ്രെഡാണ് കഴിച്ചത്. അപ്പോൾ അത് കാരണം വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തേന് അപ്പോൾ ഉച്ചക്കത്തേനുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്യുവാണേ. അപ്പം ഞാൻ ഇന്ന് സിമ്പിളായിട്ടാണ് ലഞ്ച് റെഡിയാക്കുന്നത്. മീൻ പൊരിച്ചതും ബീൻസും ആണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. അതിൽ എൻ്റെ മക്കൾ ബീൻസൊന്നും കഴിക്കില്ല, അവർക്ക് മീൻ പൊരിച്ചത് മാത്രം മതി എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഏതായാലും മടി പിടിച്ച ദിവസമായതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ ബ്രെഡാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ചായ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദേ വേഗം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇപ്പോൾ മക്കളെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി അങ്ങനെ അവർ ടി വിയും കണ്ട് അപ്പുറത്തിരിക്കുവാണ്. അപ്പോൾ ഞാൻ ദേ ബീൻസ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ സവാളയും പച്ചമുളകും മാത്രമേ ഞാൻ ഈ ബീൻസ് ഉണ്ടാക്കുന്നതിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അടുപ്പൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ വന്നിട്ട് പറഞ്ഞു എനിക്കിത് വേണ്ട. അപ്പം ഞാൻ ചോദിക്കണം ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കണേന്ന്. അപ്പോൾ അവർ പറഞ്ഞ് അമ്മ എന്നൊരു ദിവസമല്ലേ ഞങ്ങളിങ്ങനെ ചോദിക്കുള്ളൂ, ഞങ്ങൾക്ക് ഇന്നിത് ഉണ്ടാക്കി തന്നു പറഞ്ഞതേ. എൻ്റെ മൂത്ത മോള് വന്നിട്ട് എന്നോട് കെഞ്ചി ചോദിക്കണേണ്. ഇങ്ങനെ കെഞ്ചി ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതേ പോരാത്തതിന് സപ്പോർട്ടായിട്ട് ഇളയാളും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നദാല് മിണ്ടാതിരിക്കുവാണ്. അവൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇത് തന്നെയാണെന്നറിയാം. അവൻ ഇവർ രണ്ടുപേരും അയച്ചതാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവനെ ഒന്നെടുത്ത് നേരം ഒന്ന് പുന്നാരിപ്പിച്ച് ഒന്ന് കൊഞ്ചിച്ച് അവിടെ കൊണ്ടിരുത്തി ഞാൻ. ശേഷം മാഗി ഉണ്ടാക്കണം. വല്ല പണിയൊന്നുമില്ലല്ലോ. മാഗി പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതങ്ങോട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മാഗി മസാല പൊട്ടിച്ചിട്ടാൽ മാത്രം മതി. ഇത് ഹെൽത്തിന് അത്ര നല്ലതല്ല എങ്കിലും വല്ലപ്പോഴൊക്കെ പിള്ളേർക്ക് കഴിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മാഗിയുടെ വേസ്റ്റൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റുവാണേ. കൈയോടെ തന്നെ ആ കാര്യങ്ങൾ ചെയ്തില്ല എന്നാണെങ്കിൽ പിന്നെ ലാസ്റ്റ് പണിയെല്ലാം കുക്കിംഗ് എല്ലാം കഴിയുമ്പോഴേക്കും വലിയൊരു മടി വരും നമുക്ക്. അങ്ങനെ എൻ്റെ മക്കൾ കാത്തിരിക്കുകയാണ് മാഗി റെഡിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേറെ നമ്മൾ ചോറ് കറി എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കണമെങ്കിൽ ഇത്രയും സന്തോഷത്തോടെ കാത്തിരിക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ഫുഡുകളൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഇന്നൊരു എന്താ പറയുക, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എനിക്കിന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഇളയാൾ കാണിക്കുന്നതാണ് അവൻ അത്രയും വേണം, ബിഗ്ഗായിട്ട് വേണമെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അത്രയൊന്നും കൊടുക്കാനില്ല, ആകെ കുറച്ചുള്ളൂ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 പേർക്കും തുല്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തത്. ഇല്ലെങ്കിൽ ഇവിടെ ഇടിയും ബഹളവും ഉണ്ടാവും. ചോറും കറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടിയും ബഹളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ വക ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇതാണ്, തുല്യമായിട്ട് വേണം. ചോറൊക്കെ ആണെങ്കിൽ ഏറ്റവും കുറവ് മതി എന്ന് അവർ പറയുള്ളൂ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചോറും കറിയൊക്കെ കൂടുതലുള്ള പാത്രം എന്ന് പറയുന്നത് ഞാനൊക്കെ കൂടുതലൊക്കെ തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നേരെ തിരിച്ചാണ്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇളയാൾ പറഞ്ഞ് മമ്മിക്ക് തരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന്. അപ്പം ഞാൻ വായിൽ അവൻ വാരി തരാൻ വേണ്ടി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് കിട്ടണില്ല കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ ഇരുന്ന് കഴിക്കട്ടെ. അങ്ങനെ ഒരു സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അല്ലേ, മക്കൾ ഒറ്റയ്ക്ക് ഭക്ഷണം വാരി കഴിക്കണത്. അതിനുശേഷം ഞങ്ങളത് അമ്മയും മക്കളും കൂടെ ഇവിടെ കിടന്ന് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് നല്ലൊരു പ്രത്യേക ഒരു ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളൊരു ദിവസം കൂടി ആയിരുന്നേ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത്തിരി നേരം ഇങ്ങനെയൊക്കെ ആയിരുന്നു.